ഇപ്പോഴത്തെ പുതുതലമുറ നമ്മൾ ജെൻസി എന്നൊക്കെ വിളിക്കുന്ന ഈ പുതുതലമുറ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അതിന് കൃത്യമായിട്ടൊരു എങ്ങോട്ടാണ് അവർ പോകേണ്ടത്, എന്താണ് അവർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുമില്ല. അപ്പോൾ എങ്ങനെയാണ് വേദങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗനിർദ്ദേശം അവർക്ക് മുന്നോട്ട് വെക്കാനുണ്ട്? അവർ ഈ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പറയാൻ പറ്റുമോ? ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ് അജിത്ത് ചോദിച്ചത്. ഈ ജെൻസി എന്ന് പറയുന്ന കുട്ടികളെക്കുറിച്ച് അവരെക്കുറിച്ച് നമുക്ക് പലപ്പോഴും നല്ലൊരു ബോധമില്ല. രണ്ട് തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ വിപുലമാണ്. തൊട്ട് മുമ്പത്തെ തലമുറയ്ക്ക് വാട്സപ്പ് ഉണ്ടായിരുന്നില്ല, ഫേസ്ബുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ എല്ലാവരും കോമൺലി പറയുന്ന കാര്യമാണ്. പക്ഷേ കുറച്ചുകൂടി സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. പുതിയ തലമുറയിൽ പെടുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് സ്വന്തമായിട്ടൊരു റൂമുണ്ട്, സ്വന്തമായി കട്ടിലുണ്ട്, കിടക്കയുണ്ട്, അവർക്ക് പുത്തൻ പുസ്തകങ്ങളുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോണുണ്ട്. അവർ ആഗ്രഹിക്കുന്നത് എന്തും കിട്ടാവുന്ന തരത്തിൽ എല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ 7 വയസ്സ് വരെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു എംപററായിട്ടാണ് വീട്ടിൽ. കാരണം അവന് ചോദിക്കുന്ന എന്തും കിട്ടുമല്ലോ. പക്ഷെ അടുത്ത 7 വർഷം, അതായത് ഈ 14 വർഷം എത്തുമ്പോഴേക്കും ഈ കുട്ടിക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജീവിത വീക്ഷണമാണ്. ഇപ്പം സാമൂഹ്യ ജീവിതം പലപ്പോഴും ഇവർക്ക് സാധ്യമാകുക പോലുമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ സഹനശക്തി എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ഈ ടൂള് പലപ്പോഴും ജെൻസിക്ക് കിട്ടുന്നില്ല. കാരണം സഹനശക്തിയുടെ ആവശ്യം വരുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഉപാസനാ രീതികളിലേക്കൊക്കെ പതുക്കെ ഇനീഷ്യേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇയാൾക്കൊരു സാമാജികമായ ഒരു ബോധം രൂപപ്പെട്ടു വരും. ഒരു വ്യക്തിയുടെ സാമാജിക ബോധം. ഇവിടെ എന്നെ കൂടാതെ അനേകം വ്യക്തികളുണ്ട് എന്ന ഒരു ബോധം ഉണ്ടാവും. ഞാൻ അവർക്ക് വേണ്ടി കൂടിയാണ് ജീവിക്കുന്നത്, അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ പങ്കുവയ്ക്കുന്നത് എന്ന ബോധ്യം ഒരു കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് പാരൻസ് മാത്രമല്ല, സമൂഹം കൂടി ചേർന്ന ഒരു കുട്ടി ലഹരി പദാർത്ഥത്തിന് അടിമയാവും. ആളുകൾ പറയുന്നത് വെച്ചാൽ എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ടാണ്, കുട്ടിയുടെ ഒറ്റപ്പെടലാണ് കാരണം എന്ന് പറയും. പലപ്പോഴും വേദങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉപാസനയിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്താണ് മനസ്സിലാവും ഞാൻ ഒറ്റയ്ക്കല്ല. ഇപ്പോൾ ജെൻസിക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഓറിയന്റേഷൻ എന്ന് പറയുന്നത് അയാൾ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യമാണ്. ആ തെരഞ്ഞെടുപ്പാണ് പ്രശ്നം. അവിടെ ഒറ്റയ്ക്കാവാതിരിക്കുന്നത് എങ്ങനെ? എൻ്റെ ഒറ്റപ്പെടൽ തെരഞ്ഞെടുപ്പ് ഒരു മയക്കുമരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണെങ്കിൽ എൻ്റെ ഒറ്റപ്പെടലിന് മരുന്നായിട്ട് ഞാൻ കണ്ടെത്തുന്നത് മയക്കുമരുന്നായിരിക്കും. അതല്ല, സൗശീല്യങ്ങളാണ്, നല്ല കാര്യങ്ങളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലോ, ജനറേഷനെ നമ്മൾ സൗശീല്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ ജനറേഷൻ നമ്മളെ കയ്യിൽ നിന്ന് പോവും. അപ്പൊ സൗശീല്യങ്ങൾ ജനറേഷന് പഠിപ്പിച്ചേ പറ്റൂ. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് വേദാദി ശാസ്ത്രങ്ങളുടെ അധ്യയനമാണ്. കുറഞ്ഞ കാര്യങ്ങൾ പഠിച്ചാൽ മതി, അപ്പം തന്നെ മാറ്റം ഉണ്ടാവും.